ദൈവത്തോടുള്ള ഭക്തിയും ഭയവും അത്രേ ആരാധന. ഈ ഭക്തിയും ഭയവും ഇല്ലാതെ കാലങ്ങളിൽ ആരാധിച്ചതിന്റെ യാന്ത്രികതയിൽ വെച്ചുകൊണ്ട് ദൂതൻ പറയാണ്, ഞാൻ അത്യുന്നതനോട് സമനാകും. ദൈവത്തോട് സമനാകുന്ന രീതി. ഹല്ലേലൂയ. ദൈവം ഞങ്ങളുടെ പോക്കറ്റിലാണെന്ന് ചിന്തിച്ച് നടക്കുന്ന അവസ്ഥ, ദൈവദാസന്മാരെ ബഹുമാനിക്കാത്ത അവസ്ഥ, ദൈവിക ശുശ്രൂഷകൾക്ക് ആദരവ് കൊടുക്കാത്ത അവസ്ഥ, പാരമ്പര്യവും പ്രാമാണികത്വവും പറഞ്ഞുകൊണ്ട് ആത്മീയതയ്ക്ക് യാതൊരു വിലയും കൊടുക്കാതെ, ദൈവദാസന്മാർക്ക് ബഹുമാനം കൊടുക്കാതെ, അധികാരങ്ങൾക്ക് കീഴടങ്ങാതെ, ആത്മീയ അധികാരങ്ങളെ ചോദ്യം ചെയ്ത, ദൈവം കൊടുത്ത ദാനങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പിതാക്കന്മാർ ആരാധിച്ച ആരാധനയിലൂടെ സ്വായത്തമാക്കിയ അനുഗ്രഹങ്ങളെ തങ്ങളുടേതെന്ന് കണ്ട് ആത്മീയമായി അഹങ്കരിച്ച് ഹുങ്കു കാണിക്കുന്ന മണ്ഡലങ്ങൾ ഇന്നും ആത്മീയ ഗോളത്തിൽ ഇല്ലാതില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആത്മീയ അഹങ്കാരം കാണിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം നാം കാണുമ്പോൾ അതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കാലക്രമേണ അവരുടെ കുടുംബങ്ങളിൽ വ്യക്തിജീവിതങ്ങളിൽ ദൈവികമായ അതെ സംരക്ഷണം മാറിപ്പോയിട്ട് ദുഷ്ടൻ അവിടെ കയറി അവിടെ തകർക്കുന്ന കാഴ്ചകൾ നാം കാണുവാനിടയാകുന്നു. രാത്രിയിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ എന്റെ ദൈവവചനം കേൾക്കുന്ന ദൈവ പൈതലേ, ഈ സത്യ സുവിശേഷം അല്ലെ സത്യവചനം കേൾക്കുന്ന ദൈവ പൈതലേ, ഇന്ന് രാവിലെ നിന്റെ ജീവിതത്തിൽ ഈ ദിവസം നിന്റെ കുടുംബത്തിനകത്ത് ഇങ്ങനെയുള്ള അലക്ഷ്യതയാൽ വന്ന വല്ല അനുസരണക്കേടിനാൽ വ്യാപരിച്ച ബന്ധനമുണ്ടെങ്കിൽ ഇന്ന് അടിയപ്പെടണമെങ്കിൽ പാസ്റ്റർമാർ പ്രാർത്ഥിച്ചാൽ പറ്റത്തില്ല. ഹല്ലേലൂയ. ഏതെങ്കിലും ബന്ധനം അടിച്ചാൽ പറ്റത്തില്ല. പകരം നീ യഥാസ്ഥാനപ്പെടണം. നീ ആരാധനയിലേക്ക് മടങ്ങി വരണം. നീ ആത്മീയ സൗമ്യതയിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ദൈവം തന്ന കൃപ, ദൈവം തന്ന ജ്ഞാനം, ദൈവം തന്ന അഭിവൃദ്ധി നിന്റേതെന്ന് പറഞ്ഞ് നിഗളിക്കുവാനല്ല, പകരം എത്രത്തോളം ഫലം വെളിപ്പെടുമോ അത്രത്തോളം താഴ്മയിലേക്ക് താഴ്ന്നു നിൽക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രസാദിക്കുവാൻ ഇടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീക്കണം വരും സ്വാഭാവികം. ജ്ഞാനവൈഭവം അറിവ് ചീർപ്പിക്കും. ബൈബിൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലെ? അറിവ് ചീർപ്പിക്കും, അറിവ് അഹങ്കരിപ്പിക്കും. എന്നാൽ ഈ ദൂതന് ജ്ഞാനം വർദ്ധിപ്പിച്ചു. യഹോവയോടുള്ള ഭക്തിയിൽ ആരാധനയിൽ എന്ത് ചെയ്തു? ദൂതന് ജ്ഞാനം വർദ്ധിച്ചു. ശരിയല്ലേ? യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. അങ്ങനെയാണെങ്കിൽ ഇവന് ജ്ഞാനം വർദ്ധിച്ചു എന്നുള്ള സത്യമാ. ദൈവത്തോട് ചേർന്ന് നടന്നതും ദൈവത്തെ ആരാധിച്ചതിന്റെ പേരിൽ ദൈവം അവന് ജ്ഞാനവർദ്ധനവ് കൊടുത്തെങ്കിലും അവനിൽ ഒരു പരിജ്ഞാനം വെളിപ്പെട്ടില്ല. ഇന്ന് പല ആത്മീയ മണ്ഡലങ്ങളിലും നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും അറിവൊത്തിരിയുണ്ട്. അറിവിനാൽ ചീർപ്പിക്കപ്പെട്ട് കിടക്കുക. എന്നാൽ അറിവിനപ്പുറമായി ഒരു ദൈവകൃപയുടെ പരിജ്ഞാനം, അതാണ് ക്രിസ്തു. ദൂതൻ ജ്ഞാനത്താൽ വെട്ടേറ്റപ്പോൾ ഹല്ലേലൂയ ക്രിസ്തു പരിജ്ഞാനത്തിന്റെ പൂർണ്ണതയായി വെളിപ്പെടുവാനിടയായി. അവനിൽ സൗമ്യതയുണ്ടായിരുന്നു, അവനിൽ ശാന്തതയുണ്ടായിരുന്നു, അവനിൽ ലാവണ്യ വാക്കുണ്ടായിരുന്നു. അവൻ അവനോട് സംസാരിച്ചിരുന്നവരെല്ലാരും പറയുന്നത്, നിന്നെ ചുമന്നതും നീ കുടിച്ചതുമായതൊക്കെ എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. നിന്റെ വായിൽ നിന്ന് വീഴുന്ന ലാവണ്യ വാക്കുകൾ എത്ര ശ്രേഷ്ഠമെന്ന് പറയുവാനിടയായി. ശ്രദ്ധിക്കണമേ, ആത്മീയ ഔന്നിത്യം എന്ന് പറയുന്നത് നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മുടെ താഴ്മയുടെ ശക്തിയാണ്. ഉപവാസത്തിന്റെ 1-ാം ദിവസം ആരാധനയിൽ അത് വിശദീകരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. ആരാധനയിൽ അഹങ്കരിക്കുന്ന മണ്ഡലം ഉണ്ടെങ്കിൽ, ആത്മീയ മണ്ഡലത്തിലെ ഉന്നത ഭാവം ഉണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും സ്വയം പ്രശംസയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവയെല്ലാം തകർന്നു മാറുവാൻ നമ്മിലുണ്ടെങ്കിൽ അത് തകർന്നു മാറുവാൻ ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എന്റെ ആത്മീയ കാഴ്ചപ്പാടല്ല ദൈവമേ യഥാർത്ഥമായ ആരാധന. ഞാൻ ഇപ്പോൾ ആരാധിക്കുന്ന ഒന്നും അതെ നിന്റെ ശ്രേഷ്ഠതയ്ക്കോ നിന്റെ അനുഗ്രഹങ്ങൾക്കോ ഒത്തവണ്ണമല്ല. ഞങ്ങൾ നന്ദിയില്ലാത്തവരായി പലപ്പോഴും മാറുന്നു എന്ന് നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ഹല്ലേലൂയ
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സ്നേഹിച്ച് നമ്മുടെ അഹങ്കാരങ്ങളെ, ഹൃദയത്തിലെ നിരൂപണങ്ങളെ മാറ്റിയിട്ട് നമുക്കൊരു സൗമ്യത തരുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത വാക്യം ഇതാണ്, അടുത്ത ചിന്തയാണ്. ഈ ആരാധിച്ചവനെ വെട്ടി യഹോവ എന്ത് ചെയ്തു? തകർത്തു. ആ ഭാഗം യെഹെസ്കേലിന്റെ പ്രവചനം 28:13, 14:12 വായിപ്പിക്കുന്നില്ല ഞാൻ. ദൈവിക പരിജ്ഞാനമില്ലാതെ അല്പജ്ഞാനത്തിലും അല്പമായ ഹല്ലേലൂയ കൃപയിലും അതേ ദൈവസന്നിധിയിൽ പരിജ്ഞാനത്തിന്റെ താഴ്മ വരാതെ ദൈവത്തെ ആരാധിക്കാൻ നിയോഗിച്ചവൻ. യെഹെസ്കേൽ പ്രവചനം 28:13 യെശയ്യാവ് 14:12 വെട്ടേറ്റ് വീണതായി പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആത്മീയമായ നിഗളം ആത്മീയമായി വെട്ടേക്കാൻ സാധ്യതയുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇത് ശുശ്രൂഷിക്കുമ്പോഴും ദൈവകൃപയിൽ മറഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഒരിക്കലും ഹല്ലേലൂയ ദൈവം തരുന്ന കൃപയെ അഹങ്കരിച്ചുകൊണ്ട് ഉന്നതമായ ഭാവത്തിൽ നിൽക്കുവാൻ ഇടയാകരുതേ എന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഉന്നതമായ ഭാവം കാണിച്ച ദൂതനെ വെട്ടി തകർത്തിട്ട് ഇനിയുമാണ് ശ്രദ്ധിക്കേണ്ടത്. ഹല്ലേലൂയ. നവരത്നങ്ങളാൽ വൈഡൂര്യം, മാണിക്യം, മരതകം, പുഷ്പരാഗം എന്നിങ്ങനെയുള്ള നവരത്നങ്ങളാൽ അവനെ അലങ്കരിച്ചു. ആ രത്നങ്ങളിലേക്ക് ഈ പ്രകാശം കയറി അടിച്ചപ്പോൾ അവനിൽ ആ പ്രകാശം ജ്വലിച്ചു. അതുകൊണ്ട് അവൻ അഹങ്കരിച്ചു. ലോക ദൈവം കൊടുത്ത സൃഷ്ടി, ദൈവം ഉണ്ടാക്കിയ സൃഷ്ടി, ദൈവം അല്ലെങ്കിൽ ഉരുവാക്കിയ സൃഷ്ടി, തന്നിൽ ദൈവം കൊടുത്ത ചില ശ്രേഷ്ഠമായ അതേ കല്ലുകളിൽ ദൈവികമായ തേജസ് പ്രകാശിച്ചപ്പോൾ അഹങ്കരിച്ചതിനാൽ അവനെ വെട്ടിത്താണിയിട്ടിട്ട് ദൈവം പിന്നെ സൃഷ്ടിച്ച സൃഷ്ടി എന്ന് പറയുന്നത് മണ്ണുകൊണ്ട് സൃഷ്ടിച്ചിട്ട് അവന്റെ ഉള്ളിൽ വിണ്ണിന്റെ ശക്തി കൊടുത്തു. മണ്ണുകൊണ്ട് സൃഷ്ടിച്ചിട്ട് അവന്റെ ഉള്ളിൽ വീണ്ടിന്റെ ശക്തി കൊടുത്തു. ഈ മണ്ണെന്ന് പറയുന്നത് റീസൈക്ലിംഗ് ചെയ്യുന്നതാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് മണ്ണിലേക്ക് മാറിപ്പോകുമ്പോൾ അതെന്ത് ചെയ്യും? റീസൈക്കിൾ ചെയ്ത് പോകും. പകരം പുതിയൊരു ഒരു ശരീരമായി എന്ത് ചെയ്യുന്നത്? വീണ്ടെടുപ്പിന്റെ സമയത്ത് എന്ത് ചെയ്യുന്നത്? വെളിപ്പെടുന്നത്. ഒരു ചേനയുടെ അതേ ഒരു ഭാഗം നട്ടുമ്പോൾ ആ ചേനയുടെ ആ ഭാഗം എന്ത് ചെയ്യുക? അട്ടുപോയിട്ട് പകരം ഒരു നാമ്പെടുത്ത് ഒരു പുതിയൊരു അത് വൃക്ഷം വരുന്നത് പോലെ, ഒരു ചെടി വരുന്നത് പോലെ ഈ മണ്ണ് കൊണ്ടെടുത്ത ഈ ശരീരത്തിൽ നിന്ന് മണ്ണിലേക്ക് മാറിപ്പോയിട്ട് അതിനകത്തുനിന്ന് വിണ്ണിന്റെ നാഥന്റെ ഒരു ശക്തി, അത് വേറൊരു ആത്മശരീരവുമായി നമ്മെ ഉരുവാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയ. അങ്ങനെയാണെങ്കിൽ ഏദൻ തോട്ടത്തിൽ ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ കരാങ്കുലി കൊണ്ടാണ് സൃഷ്ടിച്ചത്, അല്ലേ? അല്ലെങ്കിൽ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു. മണ്ണുകൊണ്ട് സൃഷ്ടിക്കാൻ കാരണമുണ്ട്. അതേ വിണ്ണിന്റെ ഹല്ലേലൂയ നാഥനെ ആരാധിക്കുവാൻ ലോകത്തിലുള്ള ഏറ്റവും പ്രഷ്യസ് സ്റ്റോൺ കൊണ്ട് സൃഷ്ടിച്ചവൻ, വിലയേറിയ മുത്തുകളെ രക്തങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചവൻ അഹങ്കരിച്ചതിനാൽ, അത് അവൻ അണിഞ്ഞതിനാൽ, അഹങ്കരിക്കപ്പെട്ടതിനാൽ, അഹങ്കാരത്തിനാൽ വെട്ടേറ്റതിനാൽ അത് അവൻ എന്ത് ചെയ്തു? വേണ്ടാന്ന് വെച്ചിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അതേ രത്നങ്ങളോ വൈഡൂര്യങ്ങളോ മറ്റുള്ളതൊന്നും കൊടുക്കാതെ മണ്ണിൽ നിന്ന് അവനെ സൃഷ്ടിച്ചു. എന്നിട്ട് തന്റെ ജീവശ്വാസം, വിണ്ണിന്റെ ശക്തി അവന്റെ ഉള്ളിലേക്ക് ഊതിക്കൊടുത്തു. അവൻ ജീവനുള്ള ദേഹിയായി മാറി എന്ന് എഴുതിയിരിക്കുന്നത്. ആ ഭാഗത്തിലെ അതേ ആരാധനയെ കുറിച്ച് രണ്ട് കാര്യം അതേ പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അവനെ ജീവനുള്ളവനായി തീർന്നു. ദൈവത്തിന്റെ ശക്തി അകത്തുള്ളവൻ ചൈതന്യമുള്ളവനായി വരും. ദൈവത്തിന്റെ ശക്തി അകത്തുള്ളവൻ അഭിഷേകം, അതേ അകത്തെ ഒരു ആത്മശക്തിയായി അവൻ എഴുന്നേറ്റ് വരുവാനിടയാകും. ഇവിടെ അവൻ എഴുന്നേറ്റ് വന്നു. അതേ ഒരു തോട്ടത്തിൽ അവനെ ആക്കിയെന്ന് എഴുതിയിട്ടുണ്ട്. എഴുന്നേറ്റ് വന്നു, അവനെ എഴുന്നേറ്റ് വന്നിട്ട് അവൻ ഇങ്ങനെ ചുറ്റിനും നോക്കി. ദൈവത്തിന്റെ സകല സൃഷ്ടികളും മനുഷ്യന് വേണ്ടി ദൈവം മുന്നമേ ഒരുക്കി വെച്ചിരുന്നു. ദൈവം ഇതേ നീ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, ദൈവിക ആരാധനയിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ്, ദൈവവുമായി നീ സമ്പർക്കപ്പെടുന്നതിന് മുമ്പ്, ദൈവം നിന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നിനക്ക് വേണ്ടി ഉള്ളതെല്ലാം കരുതി വെക്കുന്ന ഒരു ദൈവമാണ്. ആദാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്
ആദാമിന് സകലതും ദൈവം കരുതി വെച്ചിരുന്നു. ആദാം ചുറ്റും നോക്കിയപ്പോൾ ഒന്നിനും കുറവില്ല. ദൈവമൈതലേ, നീ ദൈവത്താൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ, നീ ദൈവത്താൽ പുനർജനിക്കപ്പെടുമ്പോൾ, നീ ദൈവത്താൽ വീണ്ടും ജനിക്കപ്പെടുമ്പോൾ, ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ നിന്നെ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ നിനക്ക് വേണ്ടിയുള്ള സകലതും ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. നീ അമ്മയുടെ ഒരു ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്